ശരത്താണോ ഇത് ചെയ്തത്? അതെ. പിന്നെന്തിനാ അവനെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? പറഞ്ഞു വിട്ടൂടെ അവനെ? അവനെ വിശ്വസിക്കുന്നവരിവിടെ ഉണ്ട് ചന്ദ്രേ. അവരെ മറികടന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാരില്ല, പോട്ടെ. നല്ലൊരു കാര്യം നടക്കുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സാധാരണയാ. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. സിദ്ധുവിനൊപ്പം നല്ലൊരു ജീവിതം ജീവിക്കാൻ ദേവിക ചേച്ചിക്ക് പറ്റും. ആ ജീവിതം എന്നെക്കാളും ആഗ്രഹിച്ചത് ചന്ദ്രയല്ലേ? ആണ്. എന്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പലതും ഞാൻ ചിന്തിച്ചു. ഇപ്പോഴാ എനിക്ക് എന്നെ മനസ്സിലായത്. സിദ്ധുവേട്ടനെയും ദേവിക ചേച്ചി എനിക്ക് മനസ്സിലായത്. ഞാനായിട്ട് മനസ്സിൽ കൊണ്ട് നടന്ന തെറ്റ് തിരുത്തിയപ്പോ എനിക്കുണ്ടായ സന്തോഷം ഇപ്പൊ എനിക്ക് എന്തൊരു സമാധാനം ഉണ്ടെന്നറിയോ? ഇനി എങ്ങനെയെങ്കിലും നിങ്ങളുടെ കല്യാണം കൂടി കഴിയണം. അപ്പോഴേ ഞാൻ തുടങ്ങി വെച്ച ദൗത്യം പൂർത്തിയാവൂ. നല്ല മാറ്റമുണ്ട് ചന്ദ്രയ്ക്ക്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ചന്ദ്രയ്ക്ക് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നെ ശത്രുവായിട്ട് കാണുന്ന ഒരാൾ, അങ്ങനെയാ ഞാൻ ചന്ദ്രയെ കണ്ടിട്ടുള്ളത്. തെറ്റിദ്ധാരണകൾക്ക് മാറിയതിൽ സന്തോഷമുണ്ട് ചന്ദ്ര. പണ്ട് ഞാൻ ചന്ദ്രയോട് പലതും പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും മനഃപൂർവ്വമല്ലെന്ന് ഓർക്കണം. മറക്കണം. എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോ ചന്ദ്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്.